ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. നമ്മുടെ സാനിറ്ററി കെമിസ്ട്രി എക്സാം നടക്കുന്നത് എന്നാണ് ജൂൺ 13-നാണ്. നിങ്ങൾ ആരും മറക്കരുത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9th മൊഡ്യൂളാണ്. മൈക്രോബിയൽ ടെസ്റ്റിംഗ് ഓഫ് വാട്ടർ എന്ന മൊഡ്യൂളിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് സാമ്പിളിംഗ് ഓഫ് വാട്ടർ, ബാക്ടീരിയോളജിക്കൽ എക്സാമിനേഷൻ ഓഫ് വാട്ടർ, ഇൻഡിക്കേറ്റർ ഓർഗാനിസം, സീവേജ് ട്രീറ്റ്മെൻറ്റ്, മെത്തേഡ് ഓഫ് ഡിസ്ഇൻഫെക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡേ 13 കടക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഗ്രാബ് സാമ്പിളിംഗ്? ഓപ്ഷൻസ്: കളക്ടിംഗ് എ സിംഗിൾ വാട്ടർ സാമ്പിൾ അറ്റ് എ സ്പെസിഫിക് ടൈം ആൻഡ് ലൊക്കേഷൻ, കളക്ടിംഗ് മൾട്ടിപ്പിൾ സാമ്പിൾസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം, കളക്ടിംഗ് സാമ്പിൾസ് ഫ്രം ഡിഫറെൻറ്റ് ഡെപ്ത് ഇൻ എ വാട്ടർ ബോഡി. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. അപ്പോൾ എന്താണ് ഗ്രാബ് സാമ്പിളിംഗ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. എന്താ പറയുന്നത്? കളക്ടിങ് എ സിംഗിൾ വാട്ടർ സാമ്പിൾ അറ്റ് എ സ്പെസിഫിക് ടൈം ആൻഡ് ലൊക്കേഷൻ. അറ്റ് എ സ്പെസിഫിക് ടൈം ആൻഡ് ലൊക്കേഷൻ, ഒരു സ്പെസിഫിക് ടൈം ആൻഡ് ലൊക്കേഷനിൽ കളക്ട് ചെയ്യുന്ന സിംഗിൾ വാട്ടർ സാമ്പിളിനെയാണ് ഗ്രാബ് സാമ്പിളിംഗ് എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the process of collecting a representative portion of water for the purpose of analyzing and testing its quality is called dash. Options: water sampling, sampling frequency, microbial testing, none of these. എന്താ ഇവിടെ പറയുന്നത്? the process of collecting a representative portion of water, അല്ലേ? ഒരു കുറച്ച് പോർഷൻ വാട്ടർ കളക്ട് ചെയ്യാണ്. ഫോർ ദ പർപ്പസ് ഓഫ് അനലൈസിങ് ആൻഡ് ടെസ്റ്റിംഗ്. എന്തിനു വേണ്ടിയാണ് കളക്ട് ചെയ്യുന്നത്? നമ്മുടെ വാട്ടറിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് വാട്ടർ സാമ്പിളിംഗ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ടോട്ടൽ കോളിഫോംസ് ഇൻ എ വാട്ടർ സാമ്പിൾ ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ എ സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷൻ കോൾഡ് ഡാഷ്. ടോട്ടൽ കോളിഫോംസ് എത്രത്തോളം ഉണ്ട് ഒരു വാട്ടർ സാമ്പിളിൽ, അത് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട് അല്ലേ? എങ്ങനെയാണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ എക്സാമിനേഷൻ വഴി. അപ്പോൾ ആ ഒരു നമ്പറിനെ അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് എന്താണ്? ഓപ്ഷൻ: മോസ്റ്റ് പ്രോബബിൾ നമ്പർ ടെസ്റ്റ്, ബയോകെമിക്കൽ അനാലിസിസ്, ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ്, നൺ ഓഫ് ദിസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, മോസ്റ്റ് പ്രോബബിൾ നമ്പർ ടെസ്റ്റ്. Next question, which of the following is an enteric virus? താഴെ പറയുന്നവയിൽ എൻറ്ററിക് വൈറസിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് ഏത്? ഓപ്ഷൻസ്: H1N1, ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, HIV. കറക്റ്റ് ആൻസർ ഹെപ്പറ്റൈറ്റിസ് എ ആണ്. നമുക്ക് വളരെ കേട്ട് പരിചയമുള്ള ഒരാൾ അല്ലേ? ഇതാണ് എൻറ്ററിക് വൈറസിന് എക്സാമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈപ്സ് ഓഫ് ഇൻഡിക്കേറ്റർ ഓർഗാനിസം ഇൻക്ലൂഡ്. ഇൻഡിക്കേറ്റർ ഓർഗാനിസത്തിൽ വരുന്നത് ഏതാണ്? ഓപ്ഷൻസ്: ജനറൽ മൈക്രോബിയൽ ഇൻഡിക്കേറ്റേഴ്സ്, ഫീക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ഇൻഡെക്സ് ഓർഗാനിസം ആൻഡ് മോഡൽ ഓർഗാനിസം, ഓൾ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഓൾ ഓഫ് ദീസ് ആണ്. ഈ ഇൻഡിക്കേറ്റർ ഓർഗാനിസത്തിൽ വരുന്ന ഏതൊക്കെ? ഇതെല്ലാം വരുന്നത് ഇൻഡിക്കേറ്റർ ഓർഗാനിസത്തിലാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പേരുകളൊക്കെ നിങ്ങൾ എക്സാമ്പിൾ അടക്കം പഠിച്ചു വെച്ചോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റർ ഓർഗാനിസം പ്രൊഡ്യൂസ് എ സ്റ്റോമി ക്ലോട്ട് ഫെർമെൻറ്റേഷൻ വിത്ത് മിൽക്ക്, റെഡ്യൂസ് നൈട്രേറ്റ്, ഹൈഡ്രോളൈസ് ജെലാറ്റിൻ ആൻഡ് പ്രൊഡ്യൂസ് ലെസിത്തിനൈസ് ആൻഡ് ആസിഡ് ഫോസ്ഫറ്റേസ്? ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. താഴെ തന്നിരിക്കുന്ന ഇൻഡിക്കേറ്റർ ഓർഗാനിസത്തിൽ സ്റ്റോമി ക്ലോട്ട് ഫെർമെൻറ്റേഷൻ മിൽക്കുമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുപോലെ നൈട്രേറ്റിനെ റിഡ്യൂസ് ചെയ്യുന്നത്, ജെലാറ്റിൻ ഹൈഡ്രോളൈസ് ചെയ്യുന്നത്, ലെസിത്തിനൈസും ആസിഡ് ഫോസ്ഫറ്റേസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാണ്? ഏത് ഇൻഡിക്കേറ്റർ ഓർഗാനിസം ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കൈ, എൻട്രോകോക്കൈ, സൾഫൈഡ് റെഡ്യൂസിങ് ക്ലോസ്ട്രീഡിയ, ക്ലോസ്ട്രീഡിയം പെർഫ്രിഞ്ചൻസ്. കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ ഡി, ക്ലോസ്ട്രീഡിയം പെർഫ്രിഞ്ചൻസ്. ഓക്കെ, next question, a measure of the amount of oxygen used in the respiratory process of
microorganism in oxidizing the organic matter is known as options BOD, COD, dissolved oxygen, eutrophication. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? മെഷർ ഓഫ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ യൂസ്ഡ് ഇൻ ദ റെസ്പിറേറ്ററി പ്രോസസ് ഓഫ് മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസത്തിൻ്റെ റെസ്പിറേറ്ററി പ്രോസസ്സിൽ എത്ര എമൗണ്ട് ഓക്സിജൻ ഉണ്ട്? മെഷർ ഓഫ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ഓക്സിഡൈസിങ് ദ ഓർഗാനിക് മാറ്റർ. അതിനെ വിളിക്കുന്ന പേരാണ് BOD. ഓക്കെ, BODയും CODയും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് സീവേജ് ഫംഗസ്? സീവേജ് ഫംഗസ് എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻസ് ഡെലോവിബ്രിയോ, അസിനറ്റോബാക്ടർ, സ്ഫാരോട്ടിലസ് നാറ്റൻസ്, സ്യൂഡോമോണാസ്. കറക്റ്റ് ആൻസർ സ്ഫാരോട്ടിലസ് നാറ്റൻസ്. വായിക്കാനൊക്കെ കുറച്ച് പ്രയാസമുള്ള പേരുകളാണ്. സീവേജ്, സ്ഫാരോട്ടിലസ് നാറ്റൻസ്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് വൺ, സ്റ്റെബിലൈസേഷൻ പോൺസ് ആർ. ഓപ്ഷൻസ് സീരീസ് ഓഫ് അനാറോബിക് ഫാക്കൾട്ടേറ്റീവ് ഓഫ് മെച്ചുറേഷൻ പോൺസ്, എ ഗ്രോത്ത് പ്രോസസ് ഇൻ വിച്ച് മൈക്രോ ഓർഗാനിസം responsible for treatment are attached to an inert packing material, modified activated sludge biological treatment process, none of this. Correct answer ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ്. സീരീസ് ഓഫ് അനാറോബിക് ഫാക്കൾട്ടേറ്റീവ് ഓർ മെച്ചുറേഷൻ പോണ്ട് ആണ് ഈ സ്റ്റെബിലൈസേഷൻ പോൺസിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? സ്റ്റെബിലൈസേഷൻ പോൺസ് ആർ സീരീസ് ഓഫ് അനാറോബിക് ഫാക്കൾട്ടേറ്റീവ് ഓർ maturation ponds. Okay, next question, which of the following is not a component of a typical on-site wastewater treatment system? Options septic tank, aeration tank, leach field, none of these. Correct answer വരുന്നത് aeration tank ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? not a component of a typical on-site wastewater treatment system. ഓൺസൈറ്റ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിലെ കമ്പോണൻ്റ് അല്ലാത്തത് ഏതാണ്? എയറേഷൻ ടാങ്ക്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ കമ്പോണൻ്റ് ആയിരിക്കും അല്ലേ? നെക്സ്റ്റ് വൺ, വിച്ച് ഡിസിൻഫെക്ഷൻ മെത്തേഡ് ഈസ് കൺസിഡേർഡ് എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ഡ്യൂ ടു ഇറ്റ്സ് അവോയ്ഡൻസ് ഓഫ് കെമിക്കൽ യൂസ്? ഓപ്ഷൻസ് ക്ലോറിനേഷൻ, ഓസോണേഷൻ, UV ഡിസിൻഫെക്ഷൻ, നൺ ഓഫ് ദീസ്. എന്താ ക്വസ്റ്റ്യൻ? ഏത് ഡിസിൻഫെക്ഷൻ മെത്തേഡാണ് എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഡ്യൂ ടു ഇറ്റ്സ് അവോയ്ഡൻസ് ഓഫ് കെമിക്കൽ യൂസ്. അതിന് കെമിക്കൽ യൂസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. ഏതാണ്? എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഏതാണ്? UV ഡിസിൻഫെക്ഷൻ ആണ് ആൻസർ വരുന്നത്. UV ഡിസിൻഫെക്ഷൻ. നെക്സ്റ്റ് വൺ, which test is used to estimate the number of coliforms in water statistically? Options filtration, sedimentation, pore plate method, multiple tube fermentation. Correct answer ഏതാണ്? മൾട്ടിപ്പിൾ ട്യൂബ് ഫെർമെൻറ്റേഷൻ ടെസ്റ്റ് ആണ് നമ്പർ ഓഫ് കോളിഫോംസ് ഇൻ വാട്ടർ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഏത് ടെസ്റ്റാണ്? മൾട്ടിപ്പിൾ ട്യൂബ് ഫെർമെൻറ്റേഷൻ. ഈ കോളിഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതിനെ റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ, മെംബ്രെയിൻ ഫിൽറ്റർ ടെക്നിക് വാസ് ഡിസ്കവേർഡ് ബൈ? ഓപ്ഷൻസ് വാട്സൺ ആൻഡ് ക്രിക്ക്, ഗോഡ്സ് ആൻഡ് സുനൈഷി, റോബർട്ട് കോച്ച്, നൺ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. പേര് വായിക്കാൻ നല്ല പ്രയാസമുണ്ട്. ഗോഡ്സ് ആൻഡ് സുനൈഷി. മെംബ്രെയിൻ ഫിൽറ്റർ ടെക്നിക്ക് സുനാമിയുടെ സമയത്ത് കണ്ടുപിടിച്ചാണ്. അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ സുനൈഷീനെ ഓർമ്മ വരും. മെംബ്രെയിൻ ഫിൽറ്റർ ടെക്നിക്ക് ഗോട്ട് സുനാമിയുടെ സമയത്ത് കണ്ടുപിടിച്ചു. അങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ. നല്ല പ്രയാസമുള്ള പേരുകളാണ്, നോക്കി വായിക്കാൻ തന്നെ പ്രയാസമാണ്. അപ്പോൾ അതിനനുസരിച്ച് ഒരു ട്രിക്ക് വെച്ചൊക്കെ പഠിക്കാം. മെംബ്രെയിൻ ഫിൽറ്റർ ടെക്നിക്ക് ഗോട്ട് സുനാമിയുടെ സമയത്ത് കണ്ടുപിടിച്ചു. ഓക്കെ, നെക്സ്റ്റ് വൺ, reagent used for indole production test is? Options Kovacs reagent, Barrett's reagent, bromothymol blue, Benedict reagent. ക്വസ്റ്റ്യൻ എന്താ? ഇൻഡോൾ പ്രൊഡക്ഷൻ ടെസ്റ്റിൽ യൂസ് ചെയ്യുന്ന റിയേജൻ്റ് ഏതാണ്? കൊവാക്സ് റിയേജൻ്റ് ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? കൊവാക്സ് റിയേജൻ്റ് ആണ് ഇൻഡോൾ പ്രൊഡക്ഷൻ ടെസ്റ്റിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ,
യൂട്രോഫിക്കേഷൻ കോസസ് ഡാഷ്. ഓപ്ഷൻസ്: എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ. കറക്റ്റ് ആൻസർ ഏതാണെന്നറിയോ? യൂട്രോഫിക്കേഷൻ എന്താ കോസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ടർ പൊല്യൂഷൻ. ഓക്കെ, ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, PYQs ആണ്. ഓരോന്നും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഈ യൂട്രോഫിക്കേഷൻ്റെ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ തവണത്തെ JSAയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ ഓരോന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി ഭംഗിയായി പഠിച്ച് എല്ലാവരും എക്സാം എഴുതുക. അടുത്തൊരു വീഡിയോ ഉടൻ തന്നെ ഇടും. ഒരു ചാപ്റ്ററും കൂടി നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടെ ചെയ്യണമെന്നുണ്ട്. ഓക്കെ, താങ്ക് യു.